കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് സരിത, സോഷ്യോളജിയുടെ മെന്ററാണ്. 2024 ഡിസംബർ എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന ഓരോ ലേണേഴ്സിനും നമ്മളെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ആശങ്കകളും സംശയങ്ങളും ഉണ്ടായിരിക്കും, അല്ലെ? സ്വാഭാവികമായും പരീക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾ ഉള്ളതാണ്. എപ്രകാരമാണ് പഠിക്കേണ്ടത്, ഏത് ഭാഗങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എപ്രകാരം പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, മുതലായിട്ടുള്ള നിരവധി സംശയങ്ങൾ നമ്മളിൽ ഉണ്ടാവും. പരീക്ഷയോട് അടുക്കുന്നതോടുകൂടി നമുക്ക് നിരവധി സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലേൺവൈസ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങളെയെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകളെയും സംശയങ്ങളെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 3.0 PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന സെഷൻ. ഓക്കെ, ഈ ഒരു സെഷൻ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് നിങ്ങളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻഷിപ്പ് എന്ന രീതിയിലാണ് നമ്മളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ, നമ്മളുടെ ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഫോക്കസ് 3.0 ലേൺവൈസ് നടത്തുന്ന ഈ സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UG ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BGDG 172ന്റെ PYQ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അതായത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന പേപ്പറിന്റെ PYQ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട്, നമ്മളുടെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഓക്കെ, ആദ്യം ഇഗ്നോ ഫോക്കസ് 3.0 എന്ന സെഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ലേൺവൈസ് നടത്തുന്ന ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന സെഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മളുടെ PYQ പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റിന്റെയും ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ ഓരോ സബ്ജക്റ്റിനെയും ഓറിയന്റ് ചെയ്തുകൊണ്ട് അതാത് ഭാഗങ്ങളിൽ ഓരോ സബ്ജക്റ്റിനെയും ഫോക്കസ്ഡ് ഓരോ ഏരിയാസെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇഗ്നോ ഫോക്കസ് 3.0 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമുക്ക് 2024 ഡിസംബറിൽ ടേം ആൻഡ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ലേണേഴ്സിനെയും BGDG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന ഇലക്ടീവ് പേപ്പർ സെലക്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സിനെ പേപ്പർ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ് എങ്ങനെ നടത്താം, ഏത് രീതിയിലുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, അതിന്റെ എൻറ്റയർ സിലബസ് അനാലിസിസ് നടത്തുന്നു. ദെൻ പ്രിഡിക്റ്റീവ് മെത്തഡോളജീസ്, അതായത് നമുക്ക് ഈ ഒരു എക്സാമിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് മുതലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇഗ്നോ ഫോക്കസ് 3.0 എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു 3.0 കൊണ്ട് എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് എന്നത് എന്താണെന്ന് വെച്ചാൽ BGDG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന സബ്ജക്റ്റിന്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് അപ്രോച്ച് ആണ് നമ്മൾ ഇതിനകത്ത് നടത്തുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ 3 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് നമ്മൾ ഇതിനകത്ത് നടത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡെസിഫർ എക്സാം ട്രെൻഡ്സ് എന്നുള്ളത്. ഓക്കെ, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്
നമ്മൾ എക്സാമിൽ റിക്കറിംഗ് ഒരു പാറ്റേൺ ഏറ്റവും പ്രയോറിറ്റി ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഭാഗമാണ് ഡെസിഫർ എക്സാം ട്രെൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് അലൈൻ സ്റ്റഡി ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ആവർത്തിച്ച് വന്നിട്ടുള്ള നമ്മളുടെ പ്രീവിയസ് എക്സാമുകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ടോപ്പിക്സുകളും അതിന്റെ എൻറ്റയർ ആയിട്ടുള്ള നമ്മുടെ സിലബസിനകത്ത് ഏതെല്ലാം ടോപ്പിക്കുകളെയാണ് നമ്മൾക്ക് പ്രീവിയസ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത് എന്നതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഭാഗമാണ് അലൈൻ സ്റ്റഡി ഫോക്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഈസ് എൻഹാൻസ് റെഡിനെസ്. ഓക്കെ, ഇത് നമുക്ക് നമ്മളുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് അത്തരം പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് നമ്മൾക്ക് എക്സാമിലേക്കുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മളുടെ തേർഡ് അപ്രോച്ച്, എൻഹാൻസ് റെഡിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഓരോ സിലബസിനകത്ത് കവർ ചെയ്യുന്ന ഓരോ യൂണിറ്റുകളെയും ഇൻഡെപ്ത് ആയിട്ട് ഈ പറയുന്ന 3 അപ്രോച്ചസിലൂടെ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഇഗ്നോ ഫോക്കസ് 3.0 എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്താണ് ഇൻഡെപ്ത് ആയിട്ട് ഓരോ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസ് നിങ്ങൾക്ക് ഏതെല്ലാം മേഖലകൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുവാനായിട്ട് നമുക്കിത് സഹായിക്കുന്നു. ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? സ്ട്രക്ചർ ഓഫ് ദ ഗൈഡ് നമ്മൾ നടത്തുന്ന ഇഗ്നോ ഫോക്കസ് 3.0 വഴി നിങ്ങൾക്ക് എപ്രകാരമാണ് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ ഗൈഡ് എന്നതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഓക്കെ, ഈ ഒരു സെക്ഷന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ സിലബസ് കോമ്പോണൻസ് ആയിട്ടുള്ള, അതായത് BGDG 172ന്റെ എൻറ്റയർ സിലബസും അതോടൊപ്പം തന്നെ അതിൽ നമ്മളുടെ ഏറ്റവും ഓരോ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിനകത്തും കൃത്യമായിട്ടുള്ള എത്ര വെയിറ്റേജിനായിട്ടുള്ള എക്സാംസുകളാണ്, എത്ര വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയകളെയാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് മുതലായ കാര്യങ്ങളാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് എന്ന സെക്ഷനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഘടകം എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് ഓരോ നമ്മൾക്ക് റിപ്പീറ്റ് വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിന്റെയും എത്ര മാർക്കിനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക് ട്രെൻഡ്സ് എങ്ങനെയാണ്, നമ്മളുടെ പരീക്ഷയ്ക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എന്താണെന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു തരുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ഓരോ മാർക്കിന്റെ രീതിയിൽ നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കിത് പറഞ്ഞു തരുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തേത് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് എത്ര തവണ നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണ്. ഇത് നമുക്ക് എന്താണ് ഓരോ ബ്ലോക്കുകളെയും ഓരോ ബ്ലോക്കിനകത്ത് ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളെയും എത്രത്തോളം ഇമ്പോർട്ടന്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കുന്നു. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഏത് ബ്ലോക്കിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. ഇത് നമ്മളുടെ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിലേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഒരു പ്രെഡിക്ഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുക എന്നുള്ളതാണ് ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രെഡിക്ഷൻ അനാലിസിസ് എന്ന സെക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ.
നമ്മൾ അതിനകത്ത് ഇതിനകത്ത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള മോഡലിംഗ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസിൽ വരുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ 2024 എന്ന ഭാഗമാണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് ഇഗ്നോന്റെ ഫോർമാറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സിക്സ്ത് വൺ ഈസ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സിന് എങ്ങനെയാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് എങ്ങനെയാണ്, മാർക്കുകൾ എങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഇവാലുവേഷൻസ് വരുന്നത്, ആൻസറുകൾ എങ്ങനെയായിരിക്കണം എഴുതേണ്ടത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഗൈഡ് അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോ ഫോക്കസ് 3.0ന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതൊരു എസെൻഷ്യൽ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ പൂർണ്ണമായും എന്താണ്, ഇന്റർ ഡിസിപ്ലിനറി പേപ്പർ ആണ്. ഇത് പൂർണ്ണമായും ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ജെൻഡർ റോൾസിനെ കുറിച്ചും പാട്രിയാർക്കി, ഫെമിനിസം, ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് റെപ്രസെന്റേഷൻ ഇൻ മീഡിയ അങ്ങനെ മുതലായുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. കംപ്ലീറ്റ്ലി ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ അതിന് വിവിധ മേഖലകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ സബ്ജക്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇഗ്നോ ഫോക്കസ് 3.0 എന്ന സെഷൻ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സെഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു സിലബസിന്റെ പാറ്റേൺസ് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സമയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഏത് ഏരിയകളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ് നടത്തുന്നത്. അതായത് നമുക്ക് നമ്മളുടെ സിലബസിൽ നൽകപ്പെട്ടിട്ടുള്ള ടോപ്പിക്സിന്റെ പ്രയോറിറ്റീസ് നൽകിക്കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. സെക്കൻഡ് വൺ ഈസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അതായത് നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സ് നമ്മൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നേരിടാം, പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എപ്രകാരമായിരിക്കും, അതിന് എപ്രകാരം ആൻസേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോളിസ്റ്റിക് പ്രിപ്പറേഷൻ, അതായത് നമ്മളുടെ അക്കാദമിക് എക്സ്പെക്ടേഷൻ നമുക്ക് എത്രത്തോളം മാർക്കുകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ടും നമുക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പൂർണ്ണമായിട്ടും നല്ല സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റും എന്ന രീതിയിലുള്ള നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഗൈഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ദെൻ BGDG 172ന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കോഴ്സ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നത് ജെൻഡർ റോൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. പ്രധാനമായിട്ടും എന്താണ് ജെൻഡർ, എന്താണ് ജെൻഡറും സൊസൈറ്റിയും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, എസ്പെഷ്യലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെ രീതിയിലുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസുകളാണ് നമ്മൾക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജെൻഡറിനെ ഇന്ത്യൻ സൊസൈറ്റി അഡ്രസ്സ് ചെയ്യുന്നത് മുതലായിട്ടുള്ള എൻറ്റയർ ആയിട്ടുള്ള വിഷയങ്ങൾ, ജെൻഡറുമായിട്ടുള്ള എൻറ്റയർ ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഗ്നോ ഫോക്കസ് 3.0 എന്ന ഭാഗത്തും സെഷനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻറ്റയർ ആയിട്ട് ജെൻഡർ എന്ന സബ്ജക്റ്റിനെ എപ്രകാരം പ്രിപ്പയർ ചെയ്ത് നമ്മൾ എക്സാമിനെ സമീപിച്ചാലാണ് നമുക്ക് കൂടുതൽ നമ്മളുടെ എക്സാം പ്രിപ്പറേഷനിലെ സ്ട്രാറ്റജീസ് എത്രത്തോളം നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്രമാത്രം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, പൂർണ്ണമായിട്ടും നമ്മൾക്ക് നല്ല മികച്ച സ്കോർ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് യൂണിറ്റ് ആസ്പെക്ട് ഓഫ് BGDG 172 എന്നതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്
യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ഓരോ ബ്ലോക്കിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഏത് ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ സിലബസ് ത്രൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സിലബസ് മാപ്പിംഗ് ആൻഡ് എക്സാം റെലവൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബ്ലോക്ക് 1-നകത്ത് ബ്ലോക്ക് 1-ല് നമ്മൾക്ക് യൂണിറ്റ് വരുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പാട്രിയാർക്കിയാണ്. അത് നമുക്ക് നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 6 തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ ഹൈ പ്രയോറിറ്റീസ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ് പാട്രിയാർക്കി എന്താണ് എന്നുള്ളത്. സെക്കൻഡ് വൺ, നമ്മുടെ ബ്ലോക്ക് 2-നകത്ത് കൺസെപ്ച്വലൈസിങ് ജെൻഡർ എന്ന ബ്ലോക്ക് 1-നകത്ത് തന്നെ നമ്മൾ അടുത്ത് വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ഭാഗമാണ് യൂണിറ്റ് 3-കകത്ത് വരുന്ന മാസ്കുലിനിറ്റീസ് എന്ന് പറയുന്ന എന്ന ഭാഗത്ത് യൂണിറ്റിനകത്ത് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നമുക്ക് 5 തവണ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഹൈ പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്. അടുത്തതായിട്ട് ബ്ലോക്ക് 2-ലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലിക്കകത്ത് യൂണിറ്റ് 5 ഫാമിലി ആൻഡ് മാരേജ് എന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ മാരേജ് എന്ന് പറയുന്ന ഭാഗമാണ് കൂടുതലായിട്ട് ഹൈ പ്രയോറിറ്റി നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹൈ പ്രയോറിറ്റീസിൽ നിന്ന് ഒരു മീഡിയം പ്രയോറിറ്റീസിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഫാമിലി എന്ന് പറയുന്നത്. ഇത് നമുക്ക് 4 പ്രാവശ്യമാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു മീഡിയം പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-നകത്ത് തന്നെ ജെൻഡർ ആൻഡ് ഫാമിലിക്കകത്ത് യൂണിറ്റ് 6-നകത്ത് 6 മദർഹുഡിനകത്ത് മദർഹുഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ഒരു ലോ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്. അതായത് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് നമ്മളുടെ പാസ്റ്റ് എക്സാംസിൽ 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ബ്ലോക്ക് 3-കകത്ത് ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് യൂണിറ്റ് 7-നകത്ത് 7 ജെൻഡറിങ് വർക്ക് എന്ന ഭാഗത്ത് ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ജെൻഡർ ഗാപ്സ് ഇൻ ലേബർ ഫോഴ്സ് എന്നുള്ളതാണ്. അത് നമുക്ക് പാസ്റ്റ് നമ്മൾ പ്രീവിയസ് എക്സാംസിൽ 5 തവണയാണ്, അതായത് കഴിഞ്ഞ 5 തവണ നമ്മൾക്ക് ഈ ഭാഗം പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ് ജെൻഡർ ഗാപ്സ് ഇൻ ലേബർ ഫോഴ്സ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് 3-മത്തെ ബ്ലോക്കിനകത്ത് തന്നെ യൂണിറ്റ് 8 ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബർ മാർക്കറ്റ് എന്ന യൂണിറ്റിനകത്ത് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. കാരണം അത് 7 തവണയാണ് നമ്മുടെ പ്രീവിയസ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്കിതിനെ പഠിക്കേണ്ടതുണ്ട്. അടുത്തത് ബ്ലോക്ക് 6-നകത്ത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ എന്ന ഭാഗത്ത് എന്ന ബ്ലോക്കിനകത്ത് യൂണിറ്റ് 13 ജെൻഡർ ആൻഡ് ലാംഗ്വേജ് എന്ന യൂണിറ്റിനകത്ത് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അത് മീഡിയം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്. അതായത് 4 തവണയാണ് അത് നമ്മൾക്ക് ചോദ്യങ്ങളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ളത്.
അടുത്തത് ബ്ലോക്ക് 6-നകത്ത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയക്കകത്ത് തന്നെ യൂണിറ്റ് 14 ജെൻഡർ ആൻഡ് മീഡിയ എന്ന യൂണിറ്റിനകത്ത് നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ എന്നുള്ളത്. അത് 6 തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പാഠഭാഗം നിങ്ങൾ തറവിലി പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സാംസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ബാർ ചാർട്ടാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊരു ഡയഗ്രാമിലൂടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതതുപോലെ നമ്മൾ അതിന്റെ ഏതെല്ലാം ഭാഗങ്ങളെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽസിന്റെ അതിനെ ഒരു പെർസെന്റേജ് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ഭാഗങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ്, പെർസെന്റേജ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ പൈ ചാർട്ടിൽ നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ 62% നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളാണ് നമ്മൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ്. 12% മാത്രമാണ് ലോ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ. 25% നമുക്ക് മീഡിയം ലെവലാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബ്ലോക്ക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ 62% നമ്മളുടെ എഫേർട്ട് നമ്മൾ എന്തിലേക്ക് ഇടണം, ഹൈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പാഠഭാഗങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എക്സാം ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ് ആണ്. എങ്ങനെയാണ് നമ്മളുടെ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എപ്രകാരമാണ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം, നമ്മളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ എപ്രകാരമാണ് അതിനെ എഴുതേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഡീറ്റെയിൽഡ് ആൻസേഴ്സ്, അതായത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 മാർക്കിനോ 15 മാർക്കിനോ ആയിരിക്കാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് സമീപിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളെയും വിശദമായിട്ട് എഴുതേണ്ടതുണ്ട്. ടിപ്പിക്കലി അതായത് സബ് പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങൾ ഓരോ കണ്ടന്റുകളെയും വിശദമായിട്ട് എഴുതേണ്ടതുണ്ട്. മിനിമം അതായത് 500 വേർഡ്സിലാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് എന്താണ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഏതൊക്കെ തരത്തിലുള്ള വയലൻസ് ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വിത്ത് എക്സാമ്പിൾസോടുകൂടി നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഇത് നമ്മൾ ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് കൃത്യമായിട്ട് ഡെഫിനിഷൻസ് എന്താണ്, അത് വലിച്ചു വാരി എഴുതാതെ നമ്മൾ കൃത്യമായിട്ട് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതുക. അതായത് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് ആണെങ്കിൽ അതിന് വളരെ ക്ലാരിറ്റിയോടുകൂടി എഴുതുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് ഷോർട്ട് നോട്ട്സ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് എഴുതേണ്ടതില്ല, പകരം കണ്ടന്റ് എക്സാക്ട്ലി അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് എഴുതേണ്ടതാണ് ഷോർട്ട് നോട്ട്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ക്രിട്ടിക്സ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസ് വരാം. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതേണ്ടത് വിമർശനാത്മകമായിട്ടാണ് എഴുതേണ്ടത്. അതായത് അതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകളല്ല എഴുതേണ്ടത്, പകരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മളുടെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ BGDG 172 നമ്മൾ പോളിസീസ് പറയുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ പോളിസീസ് അല്ലെങ്കിൽ തിയറീസ് അല്ലെങ്കിൽ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ നമ്മൾ സോഷ്യൽ കൺസ്ട്രക്ഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രിട്ടിക്സ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ വിമർശനവുമായിട്ട് എഴുതുക. അതിന്റെ പോസിറ്റീവ് വശങ്ങളെല്ലാം എഴുതേണ്ടത്. ഉദാഹരണത്തിന് ഫെമിനിസ്റ്റ് ക്രിട്ടിക്സ് ഓഫ് ഫാമിലി എന്നൊരു ഭാഗം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വിമർശനാത്മകമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ എഴുതുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണുന്ന മറ്റൊരു സ്വഭാവമാണ് കേസ് സ്റ്റഡീസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ
DG 172 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ കണ്ടംപററി വേൾഡിൽ നടക്കുന്ന ഇൻസിഡൻസും വിഷയങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഇഷ്യൂസിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്യൂസിനെ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. കേസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അത്തരത്തിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ച് ചോദ്യം വരുന്ന സമയത്ത് അതിന് നമുക്ക് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ് ഇഷ്യൂസ് ഇൻസിഡൻസിന് നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എക്സാംസ് എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലോക്ക് 1 കൺസെപ്ച്വലൈസിങ് ജെൻഡർ യൂണിറ്റ് 1 ആൻഡ് 2 നമ്മൾക്ക് ഫ്രീക്വൻസി നമ്മൾ ഡിസ്കസ് ചെയ്തു. 6 തവണ നമുക്ക് ആ ഭാഗം ക്വസ്റ്റ്യൻസിൽ 6 തവണകളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത എസ് എ എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതേസമയം ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലി യൂണിറ്റ് 5 നമ്മൾ ഫ്രീക്വൻസിയിൽ വന്നിരിക്കുന്നത് 5 തവണ നമ്മൾക്ക് ആ ഭാഗം നമ്മളുടെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അത് ആ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ക്രിട്ടിക്സ് ആണ്, വിമർശനാത്മകമായ രീതിയിലാണ് നിങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്ത ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്ക് യൂണിറ്റ് 7 നമ്മളുടെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗമാണ്. 7 തവണയാണ് നമുക്ക് ആ ഭാഗം ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 7. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനങ്ങൾ നടത്തുക. ദെൻ ബ്ലോക്ക് 6 ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയക്കകത്ത് യൂണിറ്റ് 14 6 തവണയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് നമ്മളുടെ ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിലാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് രീതിയിൽ എക്സാക്ട്ലി അത് എന്താണ് ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് എസ് എ, ഷോർട്ട് നോട്ട്സ്, ക്രിട്ടിക്സ്, കേസ് സ്റ്റഡീസ് ഈ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കാണുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1 എസ് എ മാർക്കിനകത്ത് നമ്മൾ 45 മാർക്കിനോളം നമുക്ക് ഇതിനുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് 1 വരുന്നുണ്ട്. അതേസമയം ഷോർട്ട് നോട്ട്സ് വരുന്ന സമയത്ത് 15 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ബ്ലോക്ക് 1 കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിട്ടിക്സ് എന്ന ഭാഗത്ത് ചോദ്യങ്ങൾ ബ്ലോക്ക് 1 നിന്നും വരാൻ സാധ്യത 10 മാർക്കിന്റെ രീതിക്കാണ്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 നമ്മൾക്ക് എസ് എക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ എസ് എയുടെ ഭാഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് 30 മാർക്ക് എന്ന രീതിയിലുള്ള പ്രയോറിറ്റീസ് ചെയ്താണ് നമ്മുടെ എസ് എസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് വരുന്ന സമയത്ത് 10 മാർക്കിനുള്ള ഷോർട്ട് നോട്ട്സുകളാണ് ബ്ലോക്ക് 2 വരുന്നത്. അതോടൊപ്പം തന്നെ ക്രിട്ടിക്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്ന് പരാമർശിച്ചുകൊണ്ട് ബ്ലോക്ക് 2 നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 15 ചോദ്യങ്ങളാണ്, 15 മാർക്കിനുള്ള രീതിക്കാണ്. അടുത്ത ബ്ലോക്ക് 2 അതുപോലെ ബ്ലോക്ക് 3 എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് 40 മാർക്കോളം നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ബ്ലോക്ക് 3 നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 15 മാർക്കിനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ക്രിട്ടിക്സ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 3 ക്രിട്ടിക്സ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനകത്ത് വരുന്നത്. ഓക്കെ.
ഇതിനകത്ത് എസ് എ ക്വസ്റ്റ്യൻസ് 25 മാർക്കിനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സിൽ വരുന്ന സമയത്ത് 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് 6ൽ നിന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം 25 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് 6നകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഓരോ ബ്ലോക്ക് വൈസ് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ ബ്ലോക്കിനെയും ക്വസ്റ്റ്യൻ ടൈപ്സിന്റെയും രീതിയിലുള്ള അതിന്റെ ഒരു ബാർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഒരു ചാർട്ട് അതിന്റെ ഒരു ചാർട്ട് പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിൽ നൽകിയിരിക്കുന്നത്. ബ്ലോക്ക് 1നകത്ത് നിന്ന് എത്ര ശതമാനം ക്വസ്റ്റ്യൻസ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ന്യൂമെറിക്സിന്റെ ഒരു പ്രസന്റേഷൻ ആണ്, ഗ്രാഫിക് പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത്, ബാർ പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് യെല്ലോ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എസ് എ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 6 എന്നുള്ള ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അത് ഇതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് അതുപോലെ നമ്മൾ ആ റെപ്രസെന്റേഷൻസിന്റെ പെർസെന്റേജ് നമ്മൾ പറഞ്ഞ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഒരു പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 25% നമുക്ക് ബ്ലോക്ക് 1നകത്ത് നിന്നും 25% നമുക്ക് ബ്ലോക്ക് 6നകത്ത് നിന്നും ഈക്വൽ ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എസ് എ ഭാഗങ്ങൾ എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഈ രണ്ട് ഭാഗങ്ങൾ 25% ദെൻ 29% നമ്മളുടെ ഭാഗങ്ങളും കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 3കകത്താണ്. യൂണിറ്റ് 7 ആണ് നമുക്ക് കൂടുതൽ. 29% നമ്മൾക്ക് എന്തിലുണ്ട്, നമ്മളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ബ്ലോക്കിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതിന്റെ ഒരു ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എക്സാം ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ് ഉള്ളതാണ്. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, എസ് എ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഷോർട്ട് നോട്ട്സ്, ക്രിട്ടിക്സ്, കേസ് സ്റ്റഡീസ് മുതലായ രീതിയിലാണ് നമ്മളുടെ എക്സാം ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ്സുകൾ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ സഹിതം നമുക്ക് അതിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ദെൻ നമ്മൾ ഇതിനകത്ത് കോംപ്രഹെൻസീവ് എക്സാം അനാലിസിസ് എന്നതിന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്നുള്ളത്. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ദെൻ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ്, ഏതെല്ലാം ബ്ലോക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഓരോ ബ്ലോക്കിനകത്തും എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാം ബ്ലോക്കിനെയാണ് നമ്മൾ കൂടുതൽ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ഡയഗ്രാംസിലൂടെ നമ്മൾ കണ്ടത്. ഓക്കെ, ദെൻ പൈ ചാർട്ട് നമ്മൾക്ക് കാണിച്ചു തന്നത് ഫ്രീക്വൻസി ആയിട്ട് നമ്മളുടെ ബ്ലോക്സിനെയും യൂണിറ്റുകളുടെയും ഒരു പൈ ചാർട്ട് വിഷ്വലൈസേഷൻ നമ്മൾ നടത്തിയത് ഫ്രീക്വന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എത്ര ശതമാനം നമ്മൾ ഓരോ മേഖലയ്ക്കും ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലോക്കിനും യൂണിറ്റിനെയും ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിരുന്നു നമ്മൾ കണ്ട പൈ ചാർട്ട് എന്ന് പറയുന്നത്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ തേർഡ് വൺ. നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെ ഭാഗങ്ങൾക്ക് എത്ര മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പുള്ള സ്ലൈഡിനകത്ത്, അതായത് നമ്മൾ ഈ പൈ ചാർട്ടിനകത്ത് നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ ക്വസ്റ്റ്യൻ ടൈപ്സുകൾ, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനാണ് ഓരോ ബ്ലോക്ക് വൈസ് വരാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിനകത്ത് നമുക്ക് എത്ര തരത്തിലുള്ള മാർക്കുകൾ അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അനാലിസിസിനകത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. എന്ന് എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്തൊക്കെയായിരുന്നു, ദെൻ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സുകൾ എങ്ങനെയാണ്, അതാണ് നമ്മൾ പൈ ചാർട്ടിലും ബാർ ചാർട്ടിലും നമ്മൾ കാണിച്ചു തന്നത്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ്, ഏതെല്ലാം ബ്ലോക്കുകളിൽ നിന്നും എത്ര മാർക്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ബ്ലോക്ക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലോക്ക് 1 നമ്മൾ കൺസെപ്ച്വലൈസിങ് ജെൻഡർ എന്നതിനകത്ത് ജെൻഡർ എന്ന് പറയുന്ന നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ എന്ന ഭാഗത്ത് നമ്മൾക്ക് എക്സാമ്പിൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കി, വാട്ട് ഈസ് പാട്രിയാർക്കി, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് എന്നാണ്. അപ്പോൾ പാട്രിയാർക്കി എന്താണ്, ഉദാഹരണ സഹിതം ഇത് എന്ന രീതിയിലാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 തവണ നമുക്ക് ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. 15 മാർക്കാണ് നമുക്കതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 മാസ്കുലിനിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യം ഉണ്ടായിരിക്കുന്നത് ഡിസ്കസ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. 4 തവണയാണ് അത് നമുക്ക് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ മാർക്ക് അലോക്കേഷൻ വരുന്നത് 10 മാർക്കിനാണ് ചോദ്യം ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലിക്കകത്ത് യൂണിറ്റ് 5 ഫാമിലി ആൻഡ് മാരേജ് എന്ന ഭാഗത്ത് ഡിസ്ക്രൈബ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി എന്നുള്ളതാണ് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ. 3 തവണയാണ് വന്നിരിക്കുന്നത്. 15 മാർക്കിനുള്ള ചോദ്യമാണ് അത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ മാർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നമുക്ക് ഡിസ്കസ്. ദെൻ ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലി. ഓക്കെ, ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലിക്കകത്ത് യൂണിറ്റ് 6 മദർഹുഡിനകത്ത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ നോഷൻ ഓഫ് മദർഹുഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ക്രിട്ടിക്കലി ഇവാലുവേഷൻ എന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. മദർഹുഡിനെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് വിമർശനാത്മകമായിട്ട് എഴുതുക എന്നുള്ളതാണ്. 3 തവണയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളത്. 10 മാർക്കിൻ്റെതായിട്ടായിരുന്നു ചോദ്യം. ദെൻ ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്ക് എന്നുള്ള ഭാഗത്ത് യൂണിറ്റ് 7 ജെൻഡറിംഗ് വർക്ക് ഡിസ്കസ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. 4 തവണയാണ് ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. 15 മാർക്കിന്റെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ദെൻ 15 മാർക്കിനുള്ള ചോദ്യം. ഓക്കെ, ദെൻ ബ്ലോക്ക് 6 ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ എന്ന ഭാഗത്ത് യൂണിറ്റ് 14 ജെൻഡർ ആൻഡ് മീഡിയ എന്നുള്ള യൂണിറ്റിനകത്ത് ചോദ്യം വന്നിരിക്കുന്നത് എക്സാമിൻ ദ റോൾ ഓഫ് മീഡിയ ഇൻ ഷേപ്പിംഗ് ജെൻഡർ പെർസെപ്ഷൻസ് എന്നുള്ളതാണ്. 5 തവണയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഹൈ പ്രയോറിറ്റൈസിൽ ഇട്ട് പഠിക്കേണ്ട ഭാഗമാണ്. 10 മാർക്കിനാണ് ചോദ്യം. ദെൻ നമ്മളുടെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബ്ലോക്ക് 1 കൺസെപ്ച്വലൈസിംഗ് ജെൻഡർ എന്ന ഭാഗത്ത് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ എന്ന ഭാഗത്ത് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പാട്രിയാർക്കി, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സിനകത്ത് നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ ബ്ലോക്ക് 1 എന്താണ് നമ്മൾ വാട്ട് ഈസ് പാട്രിയാർക്കി എന്നുള്ളത് മനസ്സിലാക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 മാസ്കുലിനിറ്റീസ് ഡിസ്കസ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹൈ പ്രയോറിറ്റിയുടെ റേറ്റിൽ വരുന്നത് പറഞ്ഞാൽ 1% ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് അതിന് ജസ്റ്റ് ഒന്ന് രീതിയിൽ അതിന് നമ്മളൊന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന് ഫോക്കസ് ചെയ്ത് ഹൈ പ്രയോറിറ്റീസ് ചെയ്ത് അതിന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് വർക്കിനകത്ത് യൂണിറ്റ് 7 ജെൻഡറിംഗ് വർക്കിനകത്ത് നമ്മളുടെ ചോദ്യം ഡിസ്കസ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അതിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. 4 നമുക്ക് അതിന് റേറ്റ് നൽകിയിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 6 ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ അതിനകത്ത് നമുക്ക് നമ്മളുടെ യൂണിറ്റ് 14 ജെൻഡർ ആൻഡ് മീഡിയ ചോദ്യം വന്നിരിക്കുന്നത് എക്സാമിൻ ദ റോൾ ഓഫ് മീഡിയ ഇൻ ഷേപ്പിംഗ് ജെൻഡർ പെർസെപ്ഷൻ എന്ന രീതിക്കാണ് ചോദ്യം വരുന്നത്. അതിന്റെ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് 5.
കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങളെയാണ് നമ്മൾ എഡിറ്റ് എക്സാമ്പിൾസോട് കൂടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓക്കെ അതിന്റെ പ്രയോറിറ്റൈസ് ലെവൽ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് നമ്മളുടെ ഡയഗ്രാംസിലൂടെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ബൈ ബ്ലോക്ക് ഫോർ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻസിനെയും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളെയും റെപ്രസെന്റ് ചെയ്തുണ്ടാവുന്ന ക്വസ്റ്റ്യൻസിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ബ്ലോക്ക് 6ന്റെ അകത്ത് റെപ്രസെന്റേഷൻ മീഡിയനകത്ത് 13% നമുക്ക് ഭാഗത്ത് വരുന്നുണ്ട്. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് 13% ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ എന്ന ഭാഗത്തും 20% ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് 3-കകത്തും 33% ഈക്വൽ പോർഷനിൽ കൺസെപ്റ്റലൈസിങ് ജെൻഡർ എന്ന ഭാഗവും ഹൈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ കൺസെപ്റ്റലൈസിങ് ജെൻഡർ എന്ന ഭാഗത്തു നിന്നും ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലി എന്ന ഭാഗത്ത് 33% ഈക്വൽ പോർഷനിലാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് നൽകുന്നത്. ഓക്കെ ഇനി നമ്മളുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് സെക്ഷൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് വിത്ത് ഫോളോയിങ് ഡീറ്റെയിൽസ്. ഓക്കെ ഇതിനകത്ത് നമ്മൾ നേരത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നത് എ ടേബിൾ ഔട്ട്ലൈനിങ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് categorized by block, unit and topic, including their frequency counts and average mark allocation. നമ്മൾ ആദ്യം ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ടേബിൾ നമ്മൾ നൽകിയിരുന്നു. ഈ ടേബിളിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും നമ്മളുടെ ഓരോ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് പ്ലസ് അതിന്റെ എത്ര കൗണ്ട്സ് എത്ര തവണ ആ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഹൈ പ്രയോറിറ്റി യൂണിറ്റ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്താണ് സെപ്പറേറ്റ് ദ ടേബിൾ എന്താണ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും യൂണിറ്റ്സും അതിന്റെ അത് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസും യൂണിറ്റ്സിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. ഇത് സ്റ്റുഡൻസിനെ എത്രമാത്രം ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്നതിനകത്ത് ഉൾപ്പെടുത്തിയത്. ദെൻ വിഷ്വലൈസേഷൻ എന്നുള്ളത് നമ്മൾ ഗ്രാഫും ചാർട്ടും കണ്ടതാണ്. ഇത് നമുക്ക് റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് ടു ഐഡന്റിഫൈ പാറ്റേൺസ് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്രമാത്രം അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് വിഷ്വലൈസേഷന്റെ അകത്ത് വരുന്നത്. ദെൻ നമ്മൾ പൈ ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമുക്ക് ഓരോ ബ്ലോക്കിനകത്തും എപ്രകാരമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഓരോന്നിനകത്തും ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഓരോ യൂണിറ്റിന്റെയും ഹൈ പ്രയോറിറ്റീസ് എന്താണ് അതിന്റെ മാർക്ക് അലോക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രഡിക്ഷൻ ആണ് നമ്മളുടെ ടോപ്പിക് പ്രോബബിലിറ്റി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സാധ്യത നമ്മുടെ PYQs അനാലിസിസ് നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ഭാഗങ്ങൾ ഇതാണ്. ബ്ലോക്ക് 1 കൺസെപ്റ്റലൈസിങ് ജെൻഡർ യൂണിറ്റ് 1-നകത്ത് ടോപ്പിക് എന്ന് പറയുന്നത് പാട്രിയാർക്കിയാണ്. 6 തവണ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹൈ പ്രോബബിലിറ്റി ആണ്, വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ജെൻഡർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ ബ്ലോക്ക് 1-നകത്ത് തന്നെ യൂണിറ്റ് 3 മാസ്കുലിനിറ്റീസ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഭാഗം 5 തവണ നമ്മളുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ പ്രോബബിലിറ്റി ആണ് വരാനുള്ള സാധ്യത. ഇത്തവണയും നമ്മളുടെ 2024 ഡിസംബർ എക്സാമിൽ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ എക്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് മാസ്കുലിനിറ്റീസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ഫോക്കസ് ചെയ്യേണ്ടത് എസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനമായിരിക്കണം മാസ്കുലിനിറ്റീസിൽ നമ്മൾ പഠിക്കേണ്ടത്. അതായത് എസ്പെഷ്യലി ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് എന്ന ഭാഗം നമ്മൾ പഠിക്കേണ്ടത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാൻ.
ദെൻ ബ്ലോക്ക് 2-നകത്ത് ജെൻഡർ ആൻഡ് ഫാമിലി എന്ന ബ്ലോക്ക് 2-നകത്ത് യൂണിറ്റ് 5 ഫാമിലി ആൻഡ് മാരേജ്. അതിനകത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഫാമിലി എന്ന് പറയുന്നത്. 4 തവണയാണ് ചോദ്യം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ചാൻസ് ആണ് വരാൻ, അത് 50-50 റേഷ്യോയിലാണ് നമുക്ക് ഇത് നോക്കി കാണേണ്ടത്. മോഡറേറ്റ്ലി കവേർഡ് ആണ്. കൂടുതലായിട്ടും റിലേറ്റഡ് ടു നമ്മളുടെ കൂടുതലായിട്ടും ചോദ്യം ഉണ്ടായിരിക്കുന്നത് 50-50 എന്നൊരു രീതിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി പെർസ്പെക്റ്റീവ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ദെൻ ബ്ലോക്ക് 2-നകത്ത് ജെൻഡർ ആൻഡ് ഫാമിലി എന്ന ബ്ലോക്കിൽ നമ്മുടെ യൂണിറ്റ് 6 മദർഹുഡ് ആണ് നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് മദർഹുഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന ഭാഗം ചോദിച്ചിരിക്കുന്നു. 3 തവണയാണ് 3 തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഇത്തവണ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ലോ കൺസിഡറേഷൻ അല്ലെങ്കിൽ ലോ പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മദർഹുഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന ഭാഗത്തെ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അത് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ഹൈ അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട അത്രയും രീതി നമുക്ക് ലോയിൽ വരുന്നില്ല. പക്ഷെ എന്നാലും നമുക്കൊരു 40% അല്ലെങ്കിൽ 30% നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മദർഹുഡിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്ക് യൂണിറ്റ് 7 ജെൻഡറിംഗ് വർക്ക് എന്ന ഭാഗത്ത് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് നമ്മൾക്ക് അടുത്ത ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത്. 5 തവണയാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ചോദ്യത്തെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് കണ്ടംപററി ഇഷ്യൂസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേണം ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. ദെൻ ബ്ലോക്ക് 6 എന്നുള്ള ഭാഗത്ത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയക്കകത്ത് യൂണിറ്റ് 14 ജെൻഡർ ആൻഡ് മീഡിയ എന്ന യൂണിറ്റിനകത്ത് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ എന്ന ഭാഗത്ത് 6 തവണയാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത്തവണയും നമ്മളുടെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കറന്റ് ട്രെൻഡ്സ് ഈ പരീക്ഷയുടെ ഈ ചോദ്യത്തെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നിലവിലുള്ള മീഡിയയിലുള്ള റെപ്രസെന്റേഷനും അല്ലെങ്കിൽ മീഡിയ എങ്ങനെ വുമൻസിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബ്ലോക്ക് 6-നകത്ത് തന്നെ യൂണിറ്റ് 15 റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ് ജെൻഡർ എന്ന ഭാഗത്ത് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ എന്നുള്ള ഭാഗമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അത് 4 തവണയാണ് ചോദ്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയം ചാൻസ് നമുക്ക് ഇത്തവണത്തെ പരീക്ഷയ്ക്കും ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് റെലവൻസ് ഡ്യൂ ടു ന്യൂ ഫോക്കസ് ഓൺ മീഡിയ ആൻഡ് ലിറ്ററേച്ചർ. നമ്മളുടെ മീഡിയയിലും സാഹിത്യങ്ങളിലും മീഡിയാസിലും ഒക്കെ എങ്ങനെയാണ് വുമൺ റെപ്രസെന്റേഷൻസ് അല്ലെങ്കിൽ ആവശ്യകത എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ എപ്രകാരമാണ് അതിന്റെ റെപ്രസെന്റേഷൻ ഉള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മളുടെ മീഡിയയിലും ലിറ്ററേച്ചറിലൊക്കെ വുമന്റെ റെപ്രസെന്റേഷൻ അത്യാവശ്യമാവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ വോയിസിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്.
പ്രോബബിലിറ്റി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് 1-നകത്ത് കൺസെപ്ച്വലൈസിംഗ് ജെൻഡർ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് യൂണിറ്റ് 1 ജെൻഡർ, അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ പാട്രിയാർക്കി എന്നുള്ള ഭാഗം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ബ്ലോക്ക് 1-നകത്ത് തന്നെ യൂണിറ്റ് 3 മാസ്കുലിനിറ്റീസ്, ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് എന്ന ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ എസ്എ ക്വസ്റ്റ്യനിൽ വരുന്നു. ദെൻ ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്കിനകത്ത് യൂണിറ്റ് 7 ജെൻഡറിംഗ് വർക്ക്, ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഹൈലി റെലവെന്റ് ആണ്. കണ്ടംപററി ഇഷ്യൂസുമായിട്ട് വേണം നമ്മൾ അതിനെ താരതമ്യം ചെയ്ത് പരീക്ഷ അറ്റൻഡ് ചെയ്യാനാണ്. ദെൻ ബ്ലോക്ക് 6-നകത്ത് വരുന്നത് റെപ്രസെന്റേഷൻ ആണ്, മീഡിയ ആണ്. 5 തവണ നമുക്ക് ഈ ചോദ്യം റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് 14 ജെൻഡർ ആൻഡ് മീഡിയ എന്ന യൂണിറ്റിനകത്ത് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ കോമൺ എന്ന രീതിയിലാണ് ഭാഗമാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. 5 തവണയാണ് നമുക്ക് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, എത്ര തവണയാണ് ഈ ചോദ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 6 തവണ നമുക്ക് പാട്രിയാർക്കി എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു നമ്മളുടെ ഹിസ്റ്റോറിക്കലി ഫ്രീക്വൻസി എത്ര തവണ ചോദിച്ചിട്ടുള്ള എന്നുള്ളതിന്റെ ഒരു ഗ്രാഫിക് ബാർ റെപ്രസെന്റേഷൻ ആണ്, ബാർ ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക് പ്രോബബിലിറ്റി റേറ്റിംഗ്സ് എന്ന് പറയുന്നത് 57% നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ദെൻ 14% ലോ ശതമാനം 14% നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ലോ പ്രയോറിറ്റൈസിനകത്ത് വരുന്നത്. മീഡിയം പ്രയോറിറ്റൈസ് ചെയ്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് 28% നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളുടെ മീഡിയം ക്വസ്റ്റ്യൻസിലേക്കാണ്. അതായത് 57% നമ്മളുടെ സ്റ്റഡി ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ കൂടുതൽ പ്രോബബിലിറ്റിയിൽ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഓരോന്നിലും ഓരോ ടേബിൾ ഹൈ, ലോ, മീഡിയം എന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ഇത് നമ്മളുടെ ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് മുതലായ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ദെൻ ഹൈ പ്രോബബിലിറ്റി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എത്ര തവണ നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്, ഫിൽറ്റേർഡ് ചെയ്തിരിക്കുകയാണ്, എത്ര പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു റേറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഹൈ പ്രോബബിലിറ്റി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്സ് ഹൈലൈറ്റിംഗ് ദ മോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗം ഏതാണ് എന്നുള്ളത് ഏറ്റവും പ്രയോറിറ്റൈസിങ് ലിസ്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 1, 2, 1, 4, 5 എന്ന രീതിയിൽ അതിന്റെ പ്രയോറിറ്റൈസിങ് കാറ്റഗറീസ് ആണ് നമ്മൾ ഇതിനകത്ത് ന്യൂമറിക്സ് ഡിജിറ്റ് നൽകി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ വിഷ്വലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി എത്ര ശതമാനമാണ് നമ്മളുടെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ BGDG 172-ന്റെ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ കോഴ്സ് എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂറിന് മാക്സിമം 100 മാർക്കിനാണ് നമുക്ക് പരീക്ഷ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മള് പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. വളരെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നത് സെക്ഷൻ വൈസ് ആയിരിക്കും. അതായത് സെക്ഷൻ A, B എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ സെക്ഷൻ Aക്കകത്ത് ലോങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ അകത്ത് any 4 out of given 6 questions in about 500 words each question carries 15 marks എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന
6 ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് 4 എണ്ണം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. അത് നമ്മളുടെ ചോയ്സ് ആണ് 4 എണ്ണം എന്ന് പറയുന്നത്. ആ 4 ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആയിട്ട് എഴുതേണ്ടതുണ്ട്. 500 വേർഡ്സിനാണ് നമ്മൾ പരീക്ഷ എന്ന് പറയുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻസിനെയും 15 മാർക്കാണ് ഉണ്ടായിരിക്കുക. ദെൻ സെക്ഷൻ ബി കണ്ടെയ്ൻസ് ചെയ്യുന്നത് ഷോർട്ട് ആൻസേഴ്സിനാണ്. അതിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെയാണ് തന്നിരിക്കുന്ന 6 ചോദ്യങ്ങളിൽ 4 ചോദ്യം നമ്മൾക്ക് അറ്റൻഡ് ചെയ്യണം. 300 മാർക്കിനാണ് ഓരോ ചോദ്യവും 300 വാക്കിനാണ് ഓരോ ചോദ്യവും എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനെയും 10 മാർക്കാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ പരീക്ഷ എങ്ങനെ നമുക്ക് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആൻസർ എഴുതുന്ന സമയത്തിനും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ചേർത്തുകൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു നല്ല ക്ലാരിറ്റിയോട് കൂടി എഴുതുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഓരോ പാരഗ്രാഫ്സ് തിരിച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പാരഗ്രാഫുകൾ തമ്മിലുള്ള ഒരു കൊഹിയറൻസ്, ഒരു കണക്ഷൻ കൊണ്ടുവരാനായിട്ട് ഓരോ കണക്ഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ensure clarity, coherence and relevant in your answers എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ എയില് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ 15 മാർക്കിന്റെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ഈച്ച് ക്വസ്റ്റ്യൻസ് 15 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് പാട്രിയാർക്കി ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ജെൻഡർ റോൾസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫ്രം കൾച്ചറൽ ആൻഡ് സൊസൈറ്റൽ കോണ്ടെക്സ്റ്റ് എന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഒരു 15 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ്കുലിനിറ്റീസ് ആൻഡ് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ. ഹൗ ഡസ് മീഡിയ റെപ്രസെന്റേഷൻ റീഇൻഫോഴ്സ് ഓർ ചാലഞ്ച് ദീസ് ഡൈനാമിക്സ് എന്നുള്ള രീതിയിൽ. അപ്പൊ മാസ്കുലിനിറ്റിയും വയലൻസും തമ്മിൽ എസ്പെഷ്യലി അതിൽ മീഡിയയുടെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മാസ്കുലിനിറ്റീസ് അതുകൊണ്ട് 15 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. How do these critics challenge traditional notion of family as a safe haven? ഇത് നമ്മുടെ ഫാമിലിക്ക് അകത്തുള്ള ഒരു ക്രിറ്റിസിസം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിലാണ് ചോദ്യം. ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫാമിലി ആസ് എ സേഫ് ഹെവൻ എന്നൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു ക്രിട്ടിക്കൽ നോഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, then fourth question, examine the gender gaps in labor force participation. How do factors like globalization and feminization of labor affect these gaps in the Indian context? Okay, ഇത് നമ്മളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അകത്ത് എങ്ങനെയാണ് ഗ്ലോബലൈസേഷന്റെയും ഫെമിനൈസേഷനും എങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ആസസ് ദ പോർട്രയൽ ഓഫ് വിമൻ ഇൻ ഇന്ത്യൻ സിനിമ. വാട്ട് ഇമ്പാക്ട് ഡസ് ദിസ് ഹാവ് സൊസൈറ്റൽ പെർസെപ്ഷൻ ഓഫ് ജെൻഡർ റോൾസ്. ഇത് നമ്മുടെ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് വിമനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്രിട്ടിക്കലി ആസസ് ആണ്, പോർട്രയൽ എന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. മീഡിയക്കകത്ത് എങ്ങനെയാണ്, മീഡിയയുടെ ഭാഗത്ത് എസ്പെഷ്യലി സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഊന്നി പറയേണ്ടത്. ഓക്കെ, ദെൻ നമ്മളുടെ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് റെപ്രസെന്റേഷൻ ഇൻ മീഡിയ ആൻഡ് ലിറ്ററേച്ചർ. ഹൗ ഡു വിമൻസ് സെൽഫ് റെപ്രസെന്റേഷൻ ചാലഞ്ച് സൊസൈറ്റിയൽ സ്റ്റീരിയോടൈപ്സ് എന്നുള്ള ചോദ്യമാണ്. ഇത് നമ്മളുടെ റെപ്രസെന്റേഷൻ ഇൻ മീഡിയ ആൻഡ് ലിറ്ററേച്ചർ എന്ന ഭാഗത്തു നിന്നാണ്. എങ്ങനെയാണ് വിമൻസിന്റെ സെൽഫ് റെപ്രസെന്റേഷൻ, അവരുടെ നമ്മളുടെ വിക്ടിമൈസേഷൻ എന്നൊരു ഭാഗമൊക്കെ നമ്മളുടെ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
നമുക്ക് സെക്ഷൻ ബിക്കകത്ത് ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ്. ഇതിനകത്ത് 10 മാർക്കിന്റെ ചോദ്യമാണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഏതെങ്കിലും 4 ചോദ്യങ്ങൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്താലേ മതിയാവും. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ ഹൈലൈറ്റിംഗ് ദെയർ സോഷ്യോ കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെക്സും ജെൻഡർ എന്താണെന്നുള്ള ഡിഫറൻസ് ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതായത് എന്താണെന്ന് അതിന്റെ ഡെഫിനിഷൻ എഴുതിയാലും മതി. അത് എഴുതിയതിനു ശേഷം ഇത് തമ്മിലുള്ള ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് നിലനിൽക്കുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള സോഷ്യൽ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് എന്താണ് സെക്സ് എന്ന് എഴുതുക, എന്താണ് ജെൻഡർ എഴുതുക. ഇത് ജെൻഡർ റോൾസ് എന്നുള്ളത് നമ്മുടെ സോഷ്യോ കൾച്ചറൽ ഇംപ്ലിക്കേഷൻ എന്ന ഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. ദെൻ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 8, discuss the causes and impacts of sexual harassment at the workplace. Provide 2 examples to illustrate your points എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് എഴുതേണ്ടതുണ്ട്. എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളത് ആ കോണ്ടന്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. അതിനോടൊപ്പം തന്നെ അതിനൊരു എക്സാമ്പിൾസ് എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള ഉൾപ്പെടുത്തുന്ന അതിന് ഏതൊക്കെ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നതിൽ ഉൾപ്പെടുത്താം എന്നുള്ള എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് അതിന് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന രീതിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ എക്സാമ്പിൾസ് ആണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്. പ്രധാനമായിട്ട് എന്താണ് ജോലി സ്ഥലത്ത് ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന എന്താണ് ജസ്റ്റേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളുടെ പ്രയോഗവും ഇതെല്ലാം തന്നെ എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ആൻസർ എഴുതേണ്ടത്. കറക്റ്റ് എന്താണ് എക്സാക്ട്ലി സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഷോർട്ട് ആൻസേഴ്സിൽ ചെയ്യാൻ പറ്റുന്നത്. Then, 9ാമത്തെ ചോദ്യം, define the public and private binary. How does this distinction perpetuate gender inequality? ഇതിന്റെ അകത്ത് നമ്മൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പേസസ് എന്നുള്ളതിനകത്താണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യേണ്ടത്. സ്ത്രീയുടെ അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാളിറ്റിക്കകത്ത് വരുമ്പോൾ പബ്ലിക് സ്പിയറും പ്രൈവറ്റ് സ്പിയറുമായിട്ടും എങ്ങനെയാണ് സ്ത്രീക്ക് അത് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളുടെ ടെക്സ്റ്റിനകത്ത് നമ്മളുടെ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക് സ്പേസസിൽ വിമന് എത്രത്തോളം സ്പേസസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇക്വാളിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് സമയം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സ്പേസ് എത്രത്തോളം നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പബ്ലിക് നേരിടേണ്ടത്. പ്രൈവറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ സമയം ടൈം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് സ്വകാര്യതയിലേക്കാണ്. അതല്ലെങ്കിൽ സ്ത്രീയെ കൃത്യമായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസിനകത്ത് നിർത്താനാണ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്താണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബൈനറി എന്നുള്ളത് ഫോക്കസ് ചെയ്തുകൊണ്ട് അതെന്താണെന്ന് എക്സാക്ട്ലി എഴുതുകയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം, പ്രൈവറ്റ് സ്പേസും പബ്ലിക് സ്പേസിനകത്തുമുള്ള സ്ത്രീയുടെ റോള് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, then question number 10, write a note on concept of double burden faced by women in the workforce. Include examples from the Indian context. ഇത് ഡബിൾ ബേർഡൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഡബിൾ ബേർഡൻ എന്താണെന്നുള്ള ഡബിൾ ബേർഡൻ ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ വർക്ക് ഫോഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതായത് സ്ത്രീക്ക് ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡബിൾ ബേർഡൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഇന്ത്യൻ ഫോം എക്സാമ്പിൾസ് എഴുതുന്ന സമയത്ത് ഇന്ത്യൻ സ്ത്രീകള് ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഡബിൾ ബേർഡൻ എന്ന കോൺസെപ്റ്റിനകത്ത് ചോദ്യത്തിനകത്ത് ഉൾപ്പെടുത്തി എഴുതാവുന്നത്. Then analyze the role of gendered language in reinforcing stereotypes. Provide examples of how language shapes gender identities. Okay, gendered language എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. gendered language എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, പലപ്പോഴും ഒരേ റോള് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ സ്റ്റാറ്റസും പദവിയും മറ്റുമെല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും എന്തുകൊണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷിയേറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ മെയിൽ ഫീമെയിൽ ഒരേ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരേ ജോലിയിൽ നിൽക്കുന്ന ആളുകളെ പോലും നമ്മൾ ഒരു എക്സ്ട്രാ ഒരു വേർഡ് നൽകിക്കൊണ്ടാണ്, അതായത് ലേഡി അല്ലെങ്കിൽ ഫീമെയിൽ വിമൻ എന്ന രീതിയിലെല്ലാം നമ്മൾ ക്ലിയർ ഡിനോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ അത് എഴുതാൻ. അതുപോലെ ആ രീതിയിൽ വേണം നമ്മളുടെ ഈ ഒരു ചോദ്യത്തെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട്. ദെൻ question number 12,
briefly explain the impact of patriarchy and capitalism on motherhood in Indian rural and urban context എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ പാട്രിയാർക്കി എന്താണ്, ക്യാപിറ്റലിസം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദെൻ ഇത് രണ്ടും പാട്രിയാർക്കി ആൻഡ് ക്യാപിറ്റലിസം എന്താണെന്ന് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മദർഹുഡിലേക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. സ്വാഭാവികമായിട്ട് എന്താണ്, പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് മദർഹുഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പാട്രിയാർക്കി എങ്ങനെ ക്യാപിറ്റലിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു കണക്ഷൻ കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, രണ്ടും ഒരു ഡോമിനന്റ് പവേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെ. പാട്രിയാർക്കി ആണെങ്കിൽ ക്യാപിറ്റലിസം ആണെങ്കിൽ ഒരു ഡോമിനന്റ് പവറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭാഗം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മദർഹുഡ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പലപ്പോഴും എക്സ്ട്രാ ബേർഡിലേക്ക് അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും കീഴിൽ വരുന്ന അതിനെ പാട്രിയാർക്കിയും ക്യാപിറ്റലിസവും മദർഹുഡിനെ എന്തിനു കാരണമാക്കുന്നുണ്ട്, ഒരു ഡോമിനന്റ് പവറായിട്ട് പവർ ഉപയോഗിച്ചുകൊണ്ട് മദർഹുഡ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിക്ക് അകത്ത് സ്ത്രീയെ എപ്പോഴും നിർത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 എന്നതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഏത് രീതിയിലെല്ലാം നിങ്ങളുടെ പഠനങ്ങൾ നടക്കണം, ഏതൊക്കെ രീതിയിൽ എഴുതിയാലാണ് നിങ്ങൾക്ക് മികച്ച സ്കോറുകൾ ലഭിക്കാൻ സാധിക്കുക മുതലായിട്ടുള്ള എല്ലാ ഗൈഡൻഷിപ്പും നമ്മളുടെ ഇഗ്നു ഫോക്കസ് PYQ അൾട്ടിമേറ്റ് അനാലിസിസിലോടുകൂടി നമുക്ക് ലേൺ വൈസിൽ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഗൈഡൻഷിപ്പ് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങൾക്കൊരു ഗൈഡൻഷിപ്പ് ആണ്. നിങ്ങളുടെ പരീക്ഷയെ നിങ്ങൾ ഭയമില്ലാതെ അല്ലെങ്കിൽ ടെൻഷനോ മറ്റൊന്നുമില്ലാതെ നിങ്ങൾക്ക് പരീക്ഷയെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ വിഷസും നേരുന്നു. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം വേണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.